നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിതീഷ് കുമാറിൻ്റെ രാജ്യസഭാ പ്രവേശനമാണ്. അതുവഴി അദ്ദേഹം നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി JDUവിൻ്റെ പഴയ സോഷ്യലിസ്റ്റ് രാജിവെച്ചിട്ട് BJPക്ക് വഴിയൊരുക്കുകയാണ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി. അതായത് ബീഹാറും കൂടി ഒരു സംസ്ഥാനം, ഒരു പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടി BJPയുടെ കയ്യിൽ ഹിന്ദി ഹെഡ്ലൈനിൽ വരികയാണ്. ഇതിനെ BJPക്ക് മാത്രമല്ല ഇന്ത്യ ബ്ലോക്ക്, അതായത് BJP ഇതര പാർട്ടികൾക്കെല്ലാം വളരെ സീരിയസ് ആയി കാണേണ്ടതും, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇംപ്ലിക്കേഷൻസ് നാഷണൽ പൊളിറ്റിക്സിലും കേരള പൊളിറ്റിക്സ് വരെ വളരെ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പറയാൻ കാരണം, ഒന്ന്, BJPക്ക് ഹിന്ദി ഹെഡ്ലൈൻ്റെ ഏകദേശം പൂർണ്ണമായി വഴങ്ങുകയാണ്. ഒറീസ, ബീഹാർ, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, അതായത് ഹിന്ദി പറയുന്നതും അതിന് ചുറ്റുമുള്ള എല്ലാ സംസ്ഥാനങ്ങളും അത് BJPയുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു സ്ഥാനം, അതായത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു മേലുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കാരണം നിതീഷിനെ നമ്മൾ കണ്ടാണ് BJP അവരുടെ JDUവിൻ്റെ ജൂനിയർ പാർട്ട്ണറായിരുന്നു. ഇപ്പോൾ സീനിയർ പാർട്ട്ണറായി അധികാരം പിടിച്ചെടുത്തു. നാളെ TDPക്കും അതേപോലെ സംഭവിക്കാവുന്നതാണ്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ BJP ഇതര പാർട്ടി, ഇന്ത്യ ബ്ലോക്ക് നമ്മൾ ലൂസ്ലി പറയുന്ന പാർട്ടികൾക്കുള്ള ഒരു സന്ദേശം എന്താണ് ഇതിൽ കൂടെ BJP നൽകുന്നത്? ഇന്ത്യ ബ്ലോക്കിന് മാത്രമല്ല, എല്ലാ ദേശാഭിമാനികൾക്കും എല്ലാ ദേശസ്നേഹികൾക്കും നൽകുന്ന, നമ്മൾ ഭയപ്പെട്ടിരുന്ന, എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. ബീഹാറിൽ നിതീഷ് കുമാറിനെ RSS BJP വിഴുങ്ങുമെന്ന് തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എനിക്ക് അവിടെ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി എന്നെ ബലപ്പെടുത്തിയെന്ന് മാത്രം. പക്ഷേ RSS BJPയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണാധികാരം കൈകാര്യം ചെയ്യുന്ന രീതി മനസ്സിലാക്കിയാൽ, സംസ്ഥാനതല അവരുടെ കൂട്ടുകെട്ടുകൾ മനസ്സിലാക്കിയാൽ ആർക്കും മനസ്സിലാവുന്ന ലളിതമായ കാര്യമാണ്, RSS BJPയുടേത് ധൃതരാഷ്ട്രാലിംഗനമാണെന്ന്. ധൃതരാഷ്ട്രാലിംഗനം ഏത് മലയാളിക്കും അറിയുന്നതാണ്. BJP RSSുമായി കൂട്ടിനു പോയാൽ ആ രാക്ഷസൻ നിങ്ങളെ എപ്പോൾ വിഴുങ്ങും എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിന് താങ്കൾ തന്നെ ഇവിടെ നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞു. നിരവധി ഇനി ബാക്കിയുള്ളത് JDUവും TDPയുമാണെന്ന് പറഞ്ഞു. അപ്പോ അതിൽ JDUവിന്റെ കാര്യം വളരെ കൃത്യമായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ ഒരു പാവ മുഖ്യമന്ത്രിയായിട്ട് മാത്രമാണ് നിതീഷ് കുമാർ എന്ന വയോവൃദ്ധനെ ഉപയോഗിച്ചത്. അതായത് ഓർമ്മ പോലും നഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ആരോഗ്യസ്ഥിതിയുള്ള നിതീഷിനെ അദ്ദേഹത്തിന്റെ കുർമി വോട്ട് ബാങ്കുകൾ കൂടി ഹിന്ദുത്വവൽക്കരിക്കുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് RSS BJP ബീഹാറിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത്, കുറച്ചു വർഷങ്ങൾക്കകം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കകം JDUവിന്റെ ജാതി അടിത്തറ ബീഹാറിൽ അപ്പാടെ തകരുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിന് നളന്തയ്ക്കും ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ കുർമി സമുദായത്തിൽപ്പെട്ട, അല്ലെങ്കിൽ മോസ്റ്റ് ബാക്ക്വേർഡ് എന്ന് അദ്ദേഹം രൂപപ്പെടുത്തിയ ആ ജാതിയുടെ പിന്തുണ അപ്പാടെ കാവി സംഘത്തിന് പോവാൻ പോവുകയാണ്. അത് തന്നെയായിരുന്നു RSSന്റെയും BJPയുടെയും തന്ത്രം. അല്ലാതെ JDUവിനോടുള്ള ഒരു പ്രത്യേക സ്നേഹം കൊണ്ടായിരുന്നില്ല BJPയും RSSും ഇത്തരം ഒരു തന്ത്രം മെനഞ്ഞത്. നിങ്ങൾക്കറിയാം, ഒറീസയിൽ സംഭവിച്ച കാര്യം താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എത്ര കണ്ണടച്ച് ദീർഘകാലം പട്നായിക് RSS BJPയെ പിന്തുണച്ചു. ഇപ്പോൾ അവരെവിടെയാണ്? ഒറീസയിൽ. ഇത് തിരിച്ചറിയാനായി ഇന്ത്യയില് എന്ത് പറ്റി? നമ്മുടെ കാശ്മീരിൽ മുഫ്തി ഇവിടെ PDP ഭരിച്ചതല്ലേ BJPയുമായി?
മറന്നോ? ഇപ്പോൾ നെഞ്ചത്തടിച്ച് കരയ്ക്കുന്നു, ജയിലിൽ പോകാതിരിക്കാൻ കഷ്ടപ്പെടുന്ന PDP BJP-യുമായി കാശ്മീരിൽ അധികാരം പങ്കിട്ടുന്നല്ലേ? ഇത് തന്നെയല്ലേ ശിവസേനയ്ക്ക്? അല്ല, താങ്കൾ എന്നെ പറയാൻ അവസാനിപ്പിക്കൂ. കാരണം ഇന്ത്യയുടെ ഒരു ചിത്രം നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടണം, അല്ലാതെ നമ്മൾ തമ്മിലുള്ള ഒരു സംഭാഷണമല്ലല്ലോ. ഒന്ന്, മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത്? BJP-യുമായുള്ള ചങ്ങാത്തം മൂലം ഉദ്ധവ് താക്കറെ, ബാൽ താക്കറെ കെട്ടിപ്പടുത്ത ശിവസേന ഇന്ന് 2 തുണ്ടായി. ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ ഒരു ന്യൂനപക്ഷ ശിവസേനയായി മാറി. ഇത് ചിത്രമാണ്. ഇതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം. അതിൽ ഏറ്റവും അവസാനത്തെ ദുരന്തമാണ് നിങ്ങൾ ബീഹാറിൽ നിതീഷ് കുമാറിൽ നിന്ന് കാണുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അവസാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാന ദുരന്ത നാടകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ അവശേഷിക്കുന്ന ജനാധിപത്യ ശക്തികൾക്കും പ്രാദേശിക പാർട്ടികൾക്കും ഉള്ള ഒരു നല്ല മുന്നറിയിപ്പ്, ഇനി ഇതിൽ നിന്നും പഠിച്ചില്ലെങ്കിൽ ഞാൻ അതില് ഒരു അഡെൻഡം അല്ലെങ്കിൽ എന്താണ് ചോദ്യം? മനസ്സിലാവുന്നില്ല. എന്താണ് ചോദ്യം? ഞാൻ പറയട്ടെ സാർ, സാർ ഒന്ന് ഒരു സമയം തരൂ. അതായത് ഞാൻ ബീഹാറിലെ ഈ നീക്കം, നിതീഷിന്റെ നീക്കം നമ്മൾ സിമ്പിൾ ആയിട്ട് കാണേണ്ട. ബി ജെ പി അവരെ വിഴുങ്ങി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അവിടെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ലാലു പ്രസാദിന്റെ പാർട്ടി RJD ഇപ്പോഴും ഉണ്ട്. ലാലു പ്രസാദിന്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ലാലു പ്രസാദിന്റെ കാര്യമല്ല, ഞാൻ പറഞ്ഞത് JDU-വിന്റെ കാര്യമാണ്. ഞാനൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ സാർ. അതായത് പാർട്ടിയും JDU-യും ഒരേ ബാക്ക്വേർഡിന്റെ പേരിലാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ബാക്ക്വേർഡിനെ കേരളത്തിലെ CPM പോലെ ഒരു ആന്റി BJP മുഖവും ഉണ്ട്. അത് ഫലപ്രദമായി ഓപ്പർച്യൂണിസ്റ്റായിട്ട് നിതീഷ് ഉപയോഗിച്ചു എങ്കിലും ഇപ്പോഴും അവിടെ RJD-ക്ക് ഒരു സാങ്കത്യമുണ്ട്. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല കുർമി ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ BJP-യിലേക്ക് അതുപോലെ ഒറ്റക്കെട്ടായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, നിതീഷ് ഡൽഹിയിൽ വരുമ്പോൾ നിതീഷ് ആണ് ശരിക്കും ഇന്ത്യ ബ്ലോക്ക് എന്ന ഒരു സങ്കല്പത്തെ യഥാർത്ഥമാക്കാൻ കഴിഞ്ഞ പ്രാവശ്യം മുൻകൈ എടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം മാറി നിൽക്കുവാണെങ്കിലും ഡൽഹിയിൽ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയായ കൂടുമാറ്റം അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് പോകുന്ന ഒരു മാറ്റവും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ പറയുന്നത് ഒരിക്കലും ബി ജെ പിയുമായിട്ട് അദ്ദേഹത്തിന് എന്താണ് സോഷ്യലിസ്റ്റുകൾക്ക് പൊതുവെ, ഇന്നത്തെ സോഷ്യലിസ്റ്റുകളും വടക്കേന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും പൊതുവെ ആന്റി BJP ആണ്. ആ ഒരു സംഗതി അദ്ദേഹത്തിന്റെ ഉള്ളിലും ഉണ്ട്. പക്ഷേ അദ്ദേഹം പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ഇപ്പോൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പല സാധ്യതകളും അദ്ദേഹം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉരുത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് വിശ്വാസം. അത് മൊത്തം BJP-യുടെ ഇന്നത്തെ പോക്കനുസരിച്ചിരിക്കും. BJP എങ്ങനെയൊക്കെയാണ് ഇറാന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിലാണെങ്കിലും മൈനോറിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എങ്ങനെ അവരൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു പ്രശ്നം വരുന്നു. മാത്രമല്ല UP ഇലക്ഷൻസ് അടുത്ത് തന്നെ വരുന്നുണ്ട്. ഇന്ന് കേരളത്തിൻ്റെയും ബംഗാളിലെയും അസാമിലെയും ഒക്കെ കഴിഞ്ഞാൽ അടുത്തത് UP ഇലക്ഷനാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അതിനു മുമ്പേ ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നുകൂടെ കലങ്ങി തെളിയാൻ സാധ്യതയുണ്ട്. അതിന്റെ മുൻകൈ എടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. അത് കോൺഗ്രസ് എങ്ങനെ ചെയ്യും? കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് നിതീഷിനെ ഞാൻ കേട്ടത് ഇന്ത്യ ബ്ലോക്കിലെ കൺവീനർ മാത്രമാണോ എന്നുള്ള ആഗ്രഹമേ ഉള്ളായിരുന്നു. പിന്നെ പറ്റുമെങ്കിൽ വൈസ് പ്രസിഡന്റ് ആക്കുക അധികാരത്തിൽ വരുവാണെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹമാണ് ഞങ്ങളൊക്കെ കേട്ടത്. അതുപോലും കൊടുക്കുവാൻ, അങ്ങനെ ഒരു ആശ പോലും കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരിച്ചു പോയത്. അതുപോലെ തന്നെ RJD-യുടെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ RJD എത്ര വലിയ സെക്യുലറിസവും ബാക്ക്വേർഡ് പൊളിറ്റിക്സും പറഞ്ഞിട്ടും അവരുടെ കൺവെൻഷണൽ രീതിയിലുള്ള ഒരു നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ട്. അധികാരത്തിൽ ഇരിക്കുന്നവർ പൈസ ഉണ്ടാക്കിയിരിക്കണം പാർട്ടിക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടി. ആ ഒരു സംഗതിയിൽ നിന്ന് അവർക്ക് മോചിതരാകാൻ പറ്റിയിട്ടില്ല. അത് നിതീഷിന്റെ കൂടെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ലാലുവിന്റെ മകനും
അതേ സ്വഭാവം തന്നെയായിരുന്നു. അതാണ് അവർ തമ്മിലുള്ള ബേസിക് പ്രശ്നം. അല്ലാതെ അത് കാര്യം എന്ന് വെച്ചാൽ അവർ ആ കുടുംബങ്ങളും അല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികളും JP മൂവ്മെന്റിൽ കൂടെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ വന്നവരാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാനിത് കാണുന്നത് നിതീഷിന്റെ ഇത് അടുത്ത അതായത് 2029 മുമ്പുള്ള ഒരു 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 നാടകമായിട്ടാണ്. അതെങ്ങനെ പര്യവസാനിക്കും എന്ന് നമുക്കാർക്കും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ നാടകത്തിലെ നാടകത്തിന്റെ സൈറൻ മുഴങ്ങിയിരിക്കുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന അത് ഇന്നത്തെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ. ഇപ്പം ബംഗാളിൽ സപ്പോസ് ബി ജെ പിക്ക് ദാരുണമായി പരാജയപ്പെടുവാണെങ്കിൽ അത് കൊണ്ടുവെക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയം വേറെ ആയിരിക്കും. ബംഗാളിൽ അവർക്ക് നേട്ടമുണ്ടായാൽ അതുകൊണ്ട് വരുന്ന രാഷ്ട്രീയം വേറെ ആയിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു ഇപ്പൊ 2.5 വർഷമാകുന്നു ഈ സർക്കാർ വന്ന പിന്നെ ഒരു മിഡ് ടൈം ക്രൈസിസ് അല്ലെങ്കിൽ മിഡ് ടൈം എക്കോസിസ്റ്റം ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് അവിടെ ബീഹാറിനെ കുറിച്ചും ചെറിയാൻ ഈ താങ്കൾ പറയുന്നത് താങ്കളുടെ ആഗ്രഹ ചിന്തയാണ്. അതായത് JDU വീണ്ടും ഇന്ത്യ ബ്ലോക്കിലേക്കും BJP പ്രതിപക്ഷ ക്യാമ്പിലേക്കും വരുമെന്ന് ഞാൻ താങ്കളുടെ ആഗ്രഹ ചിന്ത പിന്തുടരുന്നു. കാരണം ഞാൻ എന്തു വില കൊടുത്തും RSSനെയും BJPയെയും അധികാരത്തിൽ നിന്ന് മാറ്റണം എന്ന അഭിപ്രായക്കാരനാണ് താങ്കളെ പോലെ തന്നെ. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ നികേഷ് കുമാർ ഇന്ന് ഒരു എല്ലും തൊലിയുമാണ്. അദ്ദേഹത്തിന് സ്വബോധത്തോടു കൂടി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അദ്ദേഹത്തിന് ഓർമ്മ പിശകുകളാണ്. അദ്ദേഹത്തെ എന്ത് തരത്തിലുള്ള സമ്മർദ്ദത്തിൽ മാറ്റാൻ കഴിയുന്ന RSS BJPയിൽ വിട്ടിട്ട് ഇനി അവസാന ഈ വർഷങ്ങളിൽ ഇനി ഒരു കാലുമാറ്റത്തിന് അദ്ദേഹത്തിനുള്ള ബുദ്ധിയുമില്ല, ബോധവുമില്ല, അതിനുള്ള ശക്തിയുമില്ല. അദ്ദേഹത്തിന്റെ മകന് തീരെയില്ല. അദ്ദേഹം കൈവിട്ടു കൊടുത്തിരിക്കുകയാണ്. തന്റെ പോക്കുവെയിലിൽ, രാഷ്ട്രീയ പോക്കുവെയിലിൽ ഇന്ത്യയുടെ ഹൃദയഭാഗത്തെ ഗാന്ധിയുടെയും മറ്റും നിരവധി സമരങ്ങളുടെ സാക്ഷിയായ ബുദ്ധദേവന്റെ നളന്തയിൽ അവിടെ അവശേഷിച്ചിരുന്ന കുറുമി ബേസ് അത് BJPക്ക് താലത്തിൽ വെച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഇതിൽ നിന്ന് ഈ പറയുന്ന പോലെ RJDക്കോ കോൺഗ്രസിനോ ഒരു നേട്ടവും അവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇനി ഈ അവസ്ഥയിൽ നികേഷിനെ എടുക്കുക എന്നുള്ളത് ഇന്ത്യ ബ്ലോക്കിന്റെ പ്രതിച്ഛായക്കും മങ്ങലേൽക്കുമെന്നും മാത്രമല്ല, ഇത് താങ്കളുടെ ആഗ്രഹം അങ്ങനെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. എന്റെ ആഗ്രഹം പോലെയാണ് താങ്കളുടെ തിയറി. അപ്പൊ അതുകൊണ്ട് 2029 തിരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും നികേഷ് കുമാർ താങ്കൾ ഇത്രയും ദീർഘമായി പറഞ്ഞല്ലോ താങ്കളുടെ ആഗ്രഹം. ഞാൻ ആ ആഗ്രഹത്തോട് യോജിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്തരം തിയറി ഉണ്ടാക്കല് മാധ്യമ പ്രവർത്തകരുടെ ഇത്തരം തിയറി ബിൽഡിംഗിന്റെ കാലം കഴിഞ്ഞു. ഇത് RSS പറഞ്ഞോട്ടെ. ഞാൻ പറയുന്ന കാരണം നിതീഷിന് ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിന്റെ പലരും എന്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ അദ്ദേഹം ഓർമ്മ പോയെന്നോ സ്വബോധം പോയെന്നോ ഒന്നും ഒരിക്കലും പറയത്തില്ല. കാര്യം വെച്ചാൽ അവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, അവരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഈ ഒരു നീക്കം ഞാൻ ഇത്ര പറഞ്ഞുകൊള്ളട്ടെ, അവസാനിപ്പിച്ചുകൊള്ളട്ടെ. താങ്കൾ അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യത്തിലും ശാരീരിക ആരോഗ്യത്തിലും അർപ്പിക്കുന്ന വിശ്വാസം എനിക്കില്ല. അദ്ദേഹം വെറും ഒരു പാവയായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന കാലം കഴിക്കാൻ പോവുകയാണ്. നമുക്ക് നല്ലൊരു പാഠം തന്നു. BJPയുടെ അടുത്തൊന്നും ഒരു പ്രാദേശിക കക്ഷിയും ഒരു അന്തസ്സുള്ള നേതാവും പോകരുത്. അതാണ് സന്ദേശം. അതല്ലാതെ വീണ്ടും 29 ഇലക്ഷനും അതുമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി യോജിക്കുന്നു. പക്ഷേ എനിക്ക് വന്നത് കേരളത്തിൽ ഇന്നുകൊണ്ട് നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഇൻട്രിക്കസീസ് കാണാനുള്ള ഒരു ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് കേരളത്തിലുമുണ്ടല്ലോ. PC തോമസ്, താങ്കൾ മറന്നോ? PC തോമസ് എത്തിപ്പിടിച്ചില്ലേ BJPയുടെ കൂടെ പോയി? ഞാൻ പറയുന്നത് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഹിന്ദി ഹാർട്ടിന്റെ രാഷ്ട്രീയത്തിന്റെ ചില ഉള്ളുകളികൾ എനിക്ക് പോലും പ്രശ്നമുണ്ട്. ഞാൻ എന്റെ
ഹിന്ദി കൊളീഗ്സ് RSSന്റെ ദൗത്യം മനസ്സിലാക്കാൻ ഉള്ളുകളിയൊന്നും അറിയണം. RSSന്റെ BJPയുടെയും ഇപ്പോഴത്തെ ദൗത്യം മനസ്സിലാക്കാൻ ഡൽഹിയിൽ ഇരുന്ന് ഉള്ളുകളിയൊന്നും സൂക്ഷ്മമായി മൈക്രോസ്കോപ്പിൽ വെക്കണ്ട. അവരുടെ രാഷ്ട്രീയ പദ്ധതി ഇന്ത്യയിലെ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ബീഹാറിൽ അവർ നടത്തിയ വഞ്ചനയും നേരത്തെ കൂട്ടി അറിയാമായിരുന്നു. അതിന്റെ ഒടുവിലത്തെ തെളിവാണ് ജനാധിപത്യ ഇന്ത്യ എന്താണ് മുന്നറിയിപ്പ് നൽകിയത്, അത് സംഭവിച്ചിരിക്കുന്നു. അതിനപ്പുറമൊന്നും എവിടെ നിന്ന് നോക്കിയാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അത്തരം തിയറികൾക്ക്, പ്ലെയിൻ ആയിട്ടുള്ള തിയറികൾക്ക് ഇത് തിയറി അല്ല, വസ്തുതയാണ്. ചെറിയാൻ തിയറി അല്ല, വസ്തുതയാണ്. RSS BJP ഭരിക്കുകയാണ് ഇന്ത്യ. ഞാൻ പറയുന്നത് ഇവരെ ഇന്ററാക്ട് ചെയ്യുന്നോണ്ടുള്ള വസ്തുതയാണ്. അങ്ങനെ എന്ത് ഇന്ററാക്ഷൻ എന്തറിഞ്ഞുകൊണ്ട് കാര്യം? അധികാര ഘടന മനസ്സിലാക്കലല്ലേ മാധ്യമ പ്രവർത്തനം? അധികാര ഘടന മനസ്സിലാക്കലാണ്. അതാണ് താങ്കൾ അല്ല, ഞാൻ ഡെയിലി ഇവിടെ ഡൽഹി ഇരുന്ന് സംസാരിക്കുകയും അതിന്റെ ഉള്ളുകളികൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന് പറയട്ടെ. താങ്ക് യു. അതൊന്ന് ചെയ്തോളൂ. താങ്കൾ തുടർന്നുകൊള്ളൂ. താങ്കൾ അത് തുടരണം. 2.5 വർഷത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ പരമ്പരാഗത ചിട്ടവട്ടത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിന് ഒരു പ്രസക്തിയുമില്ല. അതായത് വ്യക്തികളുടെ ഗോസിപ്പിന്റെ അടിസ്ഥാനത്തിൽ അധികാര രാഷ്ട്രീയം മനസ്സിലാക്കാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിൽ ഒരു കാര്യവുമില്ല. വെറുതെ ഈ പറയുന്ന പോലെ അധികാര രാഷ്ട്രീയം മാത്രമല്ല, താഴെ തട്ടിൽ എന്ത് നടക്കുന്നു മനസ്സിലാക്കണം. അതുകൊണ്ട് താഴെ തട്ടിൽ നടക്കുന്നത് ഫാസിസത്തിന്റെ തേർവാഴ്ച. ഫാസിസം അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ട് മാത്രം RSS എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരെന്താണ് ചെയ്യുന്നത്, ജനാധിപത്യ ശക്തികൾക്ക് ശക്തി പകരട്ടെ. ജനാധിപത്യ ശക്തികൾക്ക് ഞാൻ ഈ വലിയ ബൊംബാസ്റ്റിക് സൗണ്ടിങ് ബൊംബാസ്റ്റിക് ഒന്നുമല്ല, വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള അധികാര രാഷ്ട്രീയത്തെ തിരിച്ചറിയലാണ്, അല്ലാണ്ട് ബൊംബാസ്റ്റ് അല്ല. ഇത് പഴയ പോലെയുള്ള മാധ്യമ പ്രവർത്തനം പറ്റില്ല. ഈ പൊളിറ്റിക്കൽ ഗ്രാൻഡ് സ്റ്റാൻഡിങ് അല്ല ഇന്ത്യയിലെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. അത് കുറച്ച് താങ്കളുടെ ആഗ്രഹത്തിന്റെ ജയിക്കാൻ ഞാനും താങ്കളുടെ ഒപ്പമാണ്. പക്ഷെ അത് നമ്മൾ കാണുന്ന രീതിയിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. താങ്കളെ പോലെ തന്നെ ഞാനും വ്യത്യാസം ഇതൊരു പ്രശ്നമാണ്. കേരളത്തിൽ നോക്കുമ്പോഴും ഡൽഹിയിൽ ശരി. നന്ദി.